ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ആ ഓഡിയോ കേൾക്കുമ്പോൾ എല്ലാവർക്കും തമാശയായിട്ട് തോന്നുമെങ്കിലും അതിൽ സീരിയസ് ആയിട്ടൊരു വിഷയമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ഈ ഓഡിയോ കേട്ടതിന് ശേഷം സംസാരിക്കാം. ഹലോ, നമസ്കാരം മേഡം. ഇത് കേരള വാട്ടർ അതോറിറ്റി നിന്നാണേ. നേരത്തെ വിളിച്ചായിരുന്നു. സോറി, എക്സ്ട്രീംലി സോറി. വിളിച്ചിട്ട് അന്നേരം അയച്ചിടാന്ന് പറഞ്ഞിട്ട് അവരങ്ങ് വെച്ചു. ശരി. ഇത് ഡിസ്കണക്ഷൻ കോഡാണ് വിളിക്കുന്നത്. നാളത്തേക്ക് ഡിസ്കണക്ഷൻ എമൗണ്ട് കിടക്കുന്നതുകൊണ്ടാണ് വിളിക്കുന്നത്. അത് തന്നെ. ഞങ്ങൾ രണ്ടുപേരുടെ നമ്പർ കൊടുത്തിപ്പം, ID നമ്പര്. അത് അവരെ ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞു. ഈ മാറി മാറി വിളിക്കുന്നതല്ലാതെ ഇത് നടക്കുന്നില്ല. എന്താ മേഡം ഇതിനകത്ത് ഇഷ്യൂ എന്താന്നുള്ളതെന്ന് പറയാമോ? ഇന്ന് വിളിക്കുന്നവരെല്ലാം നാളെ വിളിക്കും, ഇന്നലെ വിളിച്ചവരല്ലേ ഇന്ന് വിളിക്കുന്നത്. അതെ, എന്താ വിഷയം? ഒരാൾ തന്നെ വിളിക്കാമെങ്കിൽ എന്താന്നുള്ളത് അറിയാമല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് അതിന് തുടർച്ചയായിട്ട് പോകുമല്ലോ. അല്ല, ഇത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ചോദിക്കുന്നത്. അത് തന്നെ. നമ്മളതിന്റെ എന്നാണ് ഞങ്ങൾ 9 രൂപ വരെ അടച്ചതാണ്. അതിന്റെ ആ രണ്ടുപേരുടെ നമ്പർ കൊടുത്ത് അതിന്റെ ഫോട്ടോയും ഇല്ല, സ്റ്റാറും ഇല്ല. അന്നേരം അത് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ പൈസ അടച്ചാൽ മതിയല്ലോ. ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്റ്റാറും ഒക്കെ ചേരുന്നെങ്കിൽ മതിയല്ലോ. ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സ്റ്റാർ ചേരുവാണെന്നുണ്ടെങ്കിലാണ് പൈസ അടയ്ക്കുന്നത്. പൈസ അടച്ച് ഞങ്ങൾ അങ്ങനെ അടച്ച ഞങ്ങൾ പോയി. മേഡം, ഇത് മേഡം പറയുന്ന എന്തെങ്കിലും രണ്ട് തവണ മനസ്സിലായില്ല. 2 തവണയായിട്ട് ഞങ്ങൾ പൈസ അടച്ചു. നേരത്തെ അടച്ചിട്ട് ഇപ്പം നിങ്ങൾ ഒരു 3 മാസം 6 മാസത്തേക്കല്ലേ ഞങ്ങൾ പൈസ മേടിക്കുന്നത്. മേഡം, 3 മാസത്തേക്ക് ഇത്ര രൂപയെന്നും പറഞ്ഞല്ലേ മേടിക്കുന്നത്. പ്ലീസ് ഹിയർ മീ, യു ആർ അട്ടർലി മിസ്റ്റേക്കൺ. ഓക്കെ, ഇത് കേരള വാട്ടർ അതോറിറ്റി എന്നാണ് വിളിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇത് മാട്രിമോണിയൽ സൈറ്റ് അല്ല, കേരള വാട്ടർ അതോറിറ്റിയാണ്. ഓക്കെ. ഓ, കേരള വാട്ടർ അതോറിറ്റി. അതൊക്കെ ആദ്യം പറയണ്ടേ. ഞാൻ പറഞ്ഞിരുന്നു ഈ കോള് കേരള വാട്ടർ. മേഡം, കോൾ റെക്കോർഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ മതി. ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു കേരള വാട്ടർ അതോറിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇത് ഞാൻ കേട്ട മാട്രിമോണിയാ. സോറി. അപ്പൊ ഇതിനകത്ത് കുടിശ്ശികയുണ്ട് കേട്ടോ. 4828 രൂപ കുടിശ്ശികയുണ്ട്. അത് ഡിസ്കണക്ഷൻ ഓർഡർ ആയിട്ടുണ്ട്. നാളെ ഡിസ്കണക്ട് ചെയ്യാൻ ആള് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. എന്നാൽ ഇതിനകത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമുണ്ട്. ആ സ്ത്രീ അതിനകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മാട്രിമോണി സൈറ്റിനെ കുറിച്ച്. ഈ മാട്രിമോണി സൈറ്റിന് ഒരുയായിട്ട് മാട്രിമോണി ഏജൻസികളുണ്ട്. ഈ ആപ്പുകൾ വെച്ച് മാട്രിമോണി സൈറ്റുകൾ നടത്തുന്നുണ്ട്. അത് വലിയ തട്ടിപ്പില്ല. എന്നാൽ കേരളത്തിൽ വൻതോതിൽ തട്ടിപ്പ് നടത്തുന്ന മാട്രിമോണി ഏജൻസികളുണ്ട്. ഇവര് വൻതുകകൾ അതിനകത്തിൽ പറയുന്നുണ്ട്. 4000, 9000ത്തിന്റെ കണക്ക് പറയുന്നുണ്ട്. 4000 വാങ്ങിക്കുന്നവരുണ്ട്, 5000 വാങ്ങിക്കുന്നവരുണ്ട്, 9000, 10000, 15000 അങ്ങനെ വലിയ വലിയ എമൗണ്ടുകൾ വാങ്ങിച്ച് ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും പറ്റിക്കുന്ന വലിയൊരു ഒരു സംഘം തന്നെ കേരളത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പല ആളുകളും ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഒരു 5000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു 10, 20, 30 പെൺകുട്ടികളുടെ ഫോൺ നമ്പരും അഡ്രസ്സുകളും നൽകും. അതിലേക്ക് വിളിക്കുമ്പോൾ വളരെ കോമഡിയാണ്. പലരും വിളിക്കുമ്പോൾ പല പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഒരു തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ ആരും പരാതിയായിട്ടൊന്നും പോവില്ല. കാരണം ചിലപ്പോൾ നാണക്കേടുകൊണ്ടാവാം, ചിലപ്പോൾ എന്താണ് വിഷയമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഓഡിയോ ഞാൻ കേൾപ്പിച്ചത് ഇത്തരത്തിലുള്ള ഈ മാട്രിമോണി ഏജൻസികളെ സൂക്ഷിക്കണം. കയ്യിൽ നിന്നും വെറുതെ പൈസ കളയരുത്. ഏറ്റവും വിവാഹം കഴിക്കാൻ വേണ്ടി പരസ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗം നമ്മുടെ കേരളത്തിലുള്ള പത്രങ്ങളാണ്, ഞായറാഴ്ച പതിപ്പുകളാണ്. അതിലായിരിക്കും ഏറ്റവും സേഫായിട്ട് നമ്മുടെ പൈസ പോവാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നത്. അല്ലാതെ ഇത്തരം മാട്രിമോണി ഏജൻസികളൊക്കെ വൻ തട്ടിപ്പാണ്. വലിയ തുകകൾ വാങ്ങിക്കും, കളിപ്പിക്കുകയും ചെയ്യും. അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ കൃത്യമായി മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം.